കാട്ടാക്കട മമല ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ തന്നെ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്ത വീരകൃത്യമൊക്കെ നല്ലത് തന്നെ, ഇത് എനിക്ക് തീ അണയ്ക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഇമാതിരി ഐഡിയ ആയിട്ട് ഇനി വരരുത്. ഇത് വയറിലാണെങ്കിൽ പൈപ്പ് എങ്ങനെ കൊണ്ടുവയ്ക്കും എന്നാണ് നമ്മളൊരു ചിന്ത. ആര്യയ്ക്ക് ഷോക്കേക്കും, ആര്യരെ മാമൻ ഷോക്കേ. ഒരു കാര്യം ചെയ്തു, ആ തട്ടമിട്ട ആ കുട്ടി എന്ന് കത്തുന്നത് ചെന്ന് അണയ്ക്കണം. ഇത് അവാർഡ് മൊത്തം ഇപ്പം താളം പോയന. Pull the pin out, aim the base of the fire, skews, swipe. ഇത് എനിക്ക് തീ അണയ്ക്കുന്നതായിട്ട് തോന്നുന്നില്ല, ഇത് ചെടി നനയ്ക്കുന്നതായിട്ടോ കുളിപ്പിക്കുന്നതായിട്ടോ ഒക്കെയാണ് തോന്നണം. ബാ, തീ എങ്ങനെ അണയ്ക്കുമെന്ന് പഠിച്ചല്ലോ. കയ്യിലൊരു പൊള്ളലുണ്ടായി. വീട്ടിൽ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ചായപാത്രം കയ്യിൽ തട്ടി പൊള്ളലുണ്ടായി. എന്ത് ചെയ്യും? തണുത്ത വെള്ളം ഒഴിക്കും. തണുത്ത വെള്ളം കോരി ഒഴിക്കും. എന്ത് ചെയ്യും? ടാപ്പ് തുറന്നിട്ട് നനച്ചോണ്ടിരിക്കും. ടാപ്പ് തുറന്ന് വെള്ളം ഒഴിക്കും. എന്ത് ചെയ്യും? പേസ്റ്റ് ഇടും. ഒരു ഐഡിയ എടുത്തേ. ഇമാതിരി ഐഡിയ ആയിട്ട് ഇനി വരരുത്. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി മേലെ ഇത് പറയരുത്. പേച്ചിടുവോ? എന്താണ് ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എന്ത് ചെയ്യുക? ഫ്ലോയിങ് വാട്ടറിൽ കൈ വെക്കുക. കൈയാണെങ്കിൽ കൈ, കാലാണെങ്കിൽ കാല്. അല്ലാതെ പേസ്റ്റ് ഒന്നും ഇടരുത്. അത് പേരെന്തായിരുന്നു? അതല്ല, ഇടുന്ന പേസ്റ്റിന്റെ പേരെന്തായിരുന്നു? ചെയ്യരുത് കേട്ടാ. ഇത് അൽഫിയയ്ക്ക് മാത്രം പറ്റുന്ന തെറ്റല്ല, എൻ്റെ അമ്മയ്ക്കും പറ്റിയിട്ടുണ്ട്. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വീട്ടിൽ രാവിലെ എത്തി. എനിക്ക് മീൻകറിയും കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ മീൻകറി വെച്ചു. അടുപ്പിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതിൻ്റെ അടുത്ത സെക്കൻഡിൽ വയറ്റിലോട്ടായിപ്പോയി. മീൻകറി വയറിൽ വീണു. അമ്മ എന്ത് ചെയ്തു? അമ്മ സാരി മാറ്റിയതിന് ശേഷം ഒരു കൂട് പേസ്റ്റ് ഇട്ടു. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പേസ്റ്റ് തീർന്നിരിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം പല്ല് തേക്കണമെങ്കിൽ ഒരു പേസ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പേസ്റ്റ് തീർത്ത് വെച്ചിട്ടുണ്ട്. കാട്ടാക്കട മമല ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ തന്നെ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്ത വീരകൃത്യമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ബാത്റൂമിൽ പോയി ഇത്രയും പേസ്റ്റ് കഴുകി കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ പേസ്റ്റ് എല്ലാം കഴുകി കളഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഒരു ലെയർ തൊലിയും പോയി. അപ്പൊ എന്താണ് പ്രശ്നം? നമ്മളെ പൊള്ളൽ പറ്റിയാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറച്ചുണ്ട്. പേസ്റ്റ് ഇടുക, തക്കാളി അരച്ചിടുക, സോസ് ഇടുക, തേനൊഴിക്കുക, ഈ പരിപാടിയൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഫ്ലോയിങ് വാട്ടറിൽ വെക്കുക. വയറിലാണെങ്കിൽ പൈപ്പ് എങ്ങനെ കൊണ്ടുവയ്ക്കും എന്നാണ് നമ്മളൊരു ചിന്ത. ഷവർ തുറക്കുക, ഷവർ തുറന്നിട്ട് മൂട്ടിലിങ്ങനെ നിൽക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ്. ആ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ മോട്ടർ ഓൺ ചെയ്തിട്ട് പോവുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളമായിരിക്കും ദേഹത്ത് വീഴുന്നത്. അതിനുശേഷം എത്ര പേരെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്? മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ടോ? ജിയോ ഇല്ല, വാട്സപ്പ് ഇല്ല, പിന്നെ എങ്ങനെയാണ് റീചാർജ് ചെയ്യും? വൈഫൈ വഴിയാ, ഊറ്റാണ്. അപ്പോ നമ്മള് മാസം റീചാർജിന് ഉപയോഗിക്കുന്ന ഒരു തുക ഒരു വർഷത്തേക്ക് ഫസ്റ്റ് എയ്ഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പൊള്ളലിനുള്ള മരുന്ന് ഏതാണ്? സിൽവർ സൾഫേറ്റ്, സിൽവർ എക്സ് അല്ലെങ്കിൽ സിൽവർ സൾഫാഡൈസിൻ മരുന്ന് നമുക്ക് ആവശ്യമെങ്കിൽ ഇടുക. ഈ പൊള്ളലിന്റെ ഡെപ്ത് അനുസരിച്ച് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഉണ്ട്. നമ്മുടെ സ്കിന്നിന്റെ ഓരോ ലെയറിനെ ബാധിക്കുന്ന അനുസരിച്ച് എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് ലെയർ, മസിൽ, ബോൺ, അങ്ങനെ നമ്മളെ സ്കിന്നിന്റെ ലെയറിലോട്ട് പോകുന്ന അനുസരിച്ച് പൊള്ളലിന്റെ ഡെപ്തിന്റെ ഡിഗ്രി വ്യത്യാസം വരും. പിന്നെ നിങ്ങൾ പെർസെന്റേജ് ഓഫ് ബേൺ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? 20% പൊള്ളൽ, 30% പൊള്ളൽ. അത് നിങ്ങൾ ഗൂഗിളില് റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, കൃത്യമായിട്ട് കിട്ടും. നമ്മുടെ കൈ, കാല് ഓരോ ഭാഗത്തിനും ഇത്ര പെർസെന്റേജ് പൊള്ളലെന്നുണ്ട്. അപ്പൊ നമ്മള് പൊള്ളലിന് ഒരിക്കലും ഈ
തേൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്. വെള്ളം ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ മരുന്നിടുക. ബ്ലിസ്റ്റേഴ്സ് പൊട്ടിക്കാതിരിക്കുക. ബ്ലിസ്റ്റേഴ്സ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്, നമ്മൾ കൂടുതൽ അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ്ഡ് ആവണമുണ്ട്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് CPR ഒക്കെ അന്ന് പഠിച്ചില്ലേ? എന്താണ് CPRന്റെ ഫുൾ ഫോം? ഇപ്പൊ പറഞ്ഞുതരും. മറന്നുപോയി. എന്താണ് CPRന്റെ ഫുൾ ഫോം അറിയാലോ? CPRന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. വേണമെങ്കിൽ ഈ സൈഡിലിരിക്കുന്നവർക്ക് മാറിയിരിക്കാം കേട്ടോ. കൂടുതൽ ചോദ്യം പറഞ്ഞ ഈ സൈഡിലിരിക്കുന്നവർക്കായിരിക്കും. വീട് എവിടെയാണ്? ചിറയിൻകീഴ്. വീട്ടിൽ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കൈമനം വുമൻസ് കോളേജ്. അവിടെ ഞാൻ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. NSSന് കണ്ടിട്ടില്ല? കഴിഞ്ഞ ക്യാമ്പിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ല, ക്രിസ്മസിന്. രാവിലെ നിങ്ങളെ കൂട്ടത്തിൽ ഒരു കുട്ടി അച്ഛന് അപ്പൂപ്പനെ കണ്ട മരിച്ചു, ഒരു ഇരട്ടയുടെ ടിൻസിന്റെ ഒരു ടിൻസ് ഇല്ലേ അവിടെ NSSല്? NSS ഇല്ലാന്ന്. അങ്ങനെ നല്ല കാര്യം. അപ്പോ നമ്മൾ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി, ചിറയിൻകീഴ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി, ഒരാള് തല കറങ്ങി വീണ് കിടക്കുകയാണ്. ഒരാള് നമ്മളെ ഫ്രണ്ടിൽ വീണ് കിടക്കുകയാണ്. എന്ത് ചെയ്യും? എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. എന്ത് ചെയ്യും? എന്തെങ്കിലും കുഴപ്പം. മാനിക്കിൻ. ഈ മുന്നിലിരിക്കുന്ന ഫ്ലവേഴ്സ് അത്യാവശ്യമാണോ? അതൊന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ നമുക്കെങ്കിൽ? ഇവിടെ വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പൊ ആ സ്റ്റേജിൽ വെച്ച് കാണിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ ഫ്ലവേഴ്സ് ഒരു ഫ്രണ്ടിൽ ഒരു 2 ലെയർ ഫ്ലവേഴ്സ് അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ജൂനിയർ വാൻ ട്രാക്കിനെ കാണാൻ പറ്റും. എന്ത് ചെയ്യും? നമ്മൾ തീരുമാനമായില്ല. എന്ത് ചെയ്യും? പറഞ്ഞോ. ശ്വാസം ഉണ്ടാക്കുന്നൊക്കെ നോക്കും. അടുത്ത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ? കോൾ ഫോർ റെസ്പോൺസ് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കോൾ ഫോർ റെസ്പോൺസ് അല്ല, ജീവനാണ്. എന്തായിരുന്നു? അന്ന് ക്ലാസ്സിനുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? തട്ടി വിളിക്കുക. അത് തന്നെ അവർ കോൾ ഫോർ റെസ്പോൺസ് എന്ന് പറഞ്ഞ. എന്തായിരുന്നു? പക്ഷെ നിങ്ങൾക്ക് ഇത്രയും ഓർമ്മ ആണോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കലും അയാളെ കൈ കൊണ്ട് തൊടാൻ പാടില്ല. ഇപ്പോ ചെറിയ പേരെന്തായിരുന്നു? ആര്യയുടെ ക്വസ്റ്റ്യനാണ്. അപ്പൊ അദ്ദേഹം ബോധം കെട്ട് കിടക്കുകയാണ്. ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് അയാൾക്ക് പല രീതിക്ക് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് അയാൾ ചിലപ്പോൾ ലൈവായിട്ടുള്ള ഒരു വയറിൽ തൊട്ട് കിടക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ ആര്യ ചെല്ലുന്നത്. ആര്യ ചെന്നിട്ട് എന്ത് ചെയ്യും? ആര്യയുടെ മാമൻ എന്നുള്ള സ്നേഹത്തിൽ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ തൊടുമ്പോ എന്ത് പറ്റും? ആര്യയെ എന്ത് പറ്റുമെന്ന്? ഷോക്ക് അടിക്കും. ആർക്കൊക്കെ ഷോക്ക് അടിക്കും? ആര്യയ്ക്ക് ഷോക്ക് ഏൽക്കും. ആര്യയുടെ മാമൻ ഷോക്കേറ്റ് കിടക്കുകയാണ്. അപ്പൊ എത്ര കാഷ്വാലിറ്റി ആവും? 2 കാഷ്വാലിറ്റി ആവും. പിന്നെ എത്ര പേര് വേണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ? 2 പേര് വേണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം സീൻ സെക്യൂർഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. എന്താണ്? സീൻ സെക്യൂർഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. എന്താണ്? സീൻ സെക്യൂർഡ് ആണെന്ന്. അതായത് ചെക്ക് ഫോർ ഡേഞ്ചർ. അപകടം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്താണ്? അപകടം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഞാൻ വന്ന് നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനല്ല, ആര്യ വന്ന് നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ആളെ മാറ്റണോ? പേര് ആളെ വല്ല മാറ്റണോ? ഷാരൂഖ് ഖാൻ, ദുൽഖർ സൽമാൻ, അതിനുള്ള അവസരങ്ങൾ മുന്നോട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത്. അപ്പോ നമ്മള് ഒന്ന് ആളെ നോക്കുക, അപകടം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അപകടമൊന്നുമില്ല. അടുത്തെന്ത് ചെയ്യും? പറഞ്ഞോ. അടുത്തെന്ത് ചെയ്യും? അത് തന്നെ, കോൾ ഫോർ റെസ്പോൺസ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെക്ക് ഫോർ ഡേഞ്ചർ. അടുത്ത സ്റ്റെപ്പാണ് കോൾ ഫോർ റെസ്പോൺസ്. ആള് പ്രതികരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കും. പ്രതികരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കും. എങ്ങനെ നോക്കും?
കവിളിലല്ല, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഷോൾഡറിൽ തട്ടി വിളിക്കുക. സർ, സർ, സർ. പേരറിയാമെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുക, പേരറിഞ്ഞുവിടെങ്കിൽ സാർ എന്ന് വിളിക്കുക. 2 ഷോൾഡറിൽ 2 കൈ കൊണ്ടും തട്ടി വിളിക്കുക. ഒരു കയ്യിൽ മൈക്ക് ഇരുന്നുകൊണ്ടാണ് ഞാൻ തട്ടി വിളിക്കാത്തത്. 2 സൈഡിലും തട്ടി വിളിക്കുക.